നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ CS ആൻഡ് IT സ്റ്റുഡൻസ് പഠിക്കുന്ന ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, റിലേഷൻസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഗിവ് an example of a relation R where R is irreflexive, transitive but not symmetric. ഇർറിഫ്ലെക്സീവും ട്രാൻസിറ്റീവുമായിട്ടുള്ള ഒരു റിലേഷൻ്റെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതെന്താവരുത്? സിമ്മട്രിക് ആവരുത്. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ അത് ഇങ്ങനെയും ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ സെയിം ഈ ടൈപ്പിലും ചോദിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഗിവ് an example of a relation R on set of all integers, അല്ലേ? Where R is irreflexive, transitive but not symmetric. R is irreflexive, transitive but not symmetric. എന്താണ് irreflexive എന്ന് പറഞ്ഞാൽ? ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ അതിനെ irreflexive എന്ന് പറയും, അല്ലേ? That is for every A, if AA belongs to R ആണെങ്കിൽ നമ്മൾ അത് റിഫ്ലെക്സീവ് എന്ന് പറയും. If AA does not belongs to R, then we can say that it is irreflexive, അല്ലേ? റിഫ്ലെക്സീവ് അല്ല. അത് for every വേണ്ട, ഏതെങ്കിലും ഒരു A ഇല്ലാണ്ടിരുന്നാലും മതി, അല്ലേ? അപ്പോൾ അതാണ് ഇർറിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇർറിഫ്ലെക്സീവ്. പിന്നെ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, AB and BC or AB and BC belongs to R ആണെങ്കിൽ എന്തും കൂടെ ഉണ്ടായിരിക്കണം? AC belongs to R ആയിരിക്കണം. അപ്പോൾ എന്തായി? ട്രാൻസിറ്റീവ് ആയി, അല്ലേ? ഇനി സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്മട്രിക് AB belongs to R ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് പെയർ എന്ന് പറയുമ്പോൾ BAയും എന്തായിരിക്കണം? belongs to R ആണ്. ഇതാണ് സിമ്മട്രിക് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിമ്മട്രിക് റിലേഷൻ. ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ, and this one is irreflexive relation. ഓക്കെ, ഇതാണ് ഇർറിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് അല്ലാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് കണക്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ തന്നെ എഴുതാം. സെഡിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാം. R on Z defined by R equal to set of all ordered pair xy such that x comma y belongs to Z and x is less than y. ഈ റിലേഷൻ എന്താവില്ല? റിഫ്ലെക്സീവ് ആവില്ല, അല്ലേ? നമുക്കറിയാലോ, ഇപ്പോൾ x for all x belongs to Z, x is less than x എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മളിതിന് മുമ്പ് ഒരു ഇക്വാലൻസ് റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? റിലേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു, അല്ലേ? അപ്പോൾ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നമുക്ക് പറയാം, ശരിയല്ലേ? ഈക്വൽ ടു കേസ് ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഈക്വൽ ടു കേസ് പറഞ്ഞിട്ടില്ല ഈ റിലേഷനകത്ത്. ഇവിടെ ലെസ് ദാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു എലമെന്റ്, ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണോ? അല്ല. ദർഫോർ എന്ത് പറയാം നമുക്ക്? ദർഫോർ XX does not belongs to R എന്ന് പറയേണ്ടി വരും. ആറിൽ എന്തുണ്ടാവില്ല? XX ഉണ്ടാവില്ല. Therefore R is irreflexive. R എന്താണ്? Irreflexive ആണ്. ഓക്കെ, അപ്പോൾ R irreflexive ആയിട്ടുണ്ട്. ഇനി ഇത് ട്രാൻസിറ്റീവ് ആവണം. ട്രാൻസിറ്റീവ് ആണോ നോക്കിക്കേ. ഇപ്പോൾ രണ്ട് എലമെന്റ്സ് for x, y and y, z belongs to set of all integers, belongs to R റിലേഷനിലാണ് എടുക്കേണ്ടത്. റിലേഷൻ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ലെസ് ദാൻ വൈ എന്നും പറയാൻ പറ്റും, ആൻഡ് വൈ ലെസ് ദാൻ സെഡ് എന്നും പറയാൻ പറ്റും, ശരിയല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ എന്ത് എഴുതാം നമുക്ക്? എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ സെഡ് എന്ന് എഴുതാം, അല്ലേ? ദാറ്റ് ഈസ് ആ വൈ അങ്ങോട്ട് കളയുക. എന്ത് എഴുതാം നമുക്ക്? എക്സ് ലെസ് ദാൻ സെഡ് എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് എക്സ് കോമ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാൻ പറ്റും. ദർഫോർ ആർ ഇസ് ട്രാൻസിറ്റീവ്. ആർ എന്തായി? ട്രാൻസിറ്റീവ് ആയി, അല്ലേ? എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലെസ് ദാൻ എന്ന് പറഞ്ഞ റിലേഷൻ. ഇനി ഇത് എന്താവരുത്? സിമ്മട്രിക് ആവരുത്. സിമ്മട്രിക് ആണോ നോക്കിക്കേ. ഫോർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ, അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും നമുക്ക്? എക്സ് ലെസ് ദാൻ വൈ എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ റിവേഴ്സ് പറയാൻ പറ്റുമോ നമുക്ക്? ഈസ് വൈ ലെസ് ദാൻ എക്സ്? അല്ല, അല്ലേ? വൈ ഡസൻ അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് വൈ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു
yx does not belongs to R. Therefore എന്ത് എഴുതാം നമുക്ക്? R is not transitive. Sorry, R is not symmetric എന്ന് എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിളും എഴുതിയാൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ 1, 2. 1, 2 belongs to R. 1 less than 2 ആണ് അല്ലേ? 2 less than 1 ആണോ? അല്ലല്ലോ. 2 is not less than 1. അപ്പോൾ 2, 1 does not belongs to R എന്ന് എഴുതിയാൽ മതി. 1, 2 R ലുണ്ട്, പക്ഷെ എന്തില്ല? 2, 1 R ലില്ല. എന്ത് എഴുതാം? Therefore R is not symmetric. R is not symmetric. അപ്പോൾ ആൻസർ ആയില്ലേ? ഈ റിലേഷൻ R എന്ന് പറഞ്ഞ റിലേഷൻ ഓൺ Z എന്തിന് എക്സാമ്പിൾ ആണ്? ഇറഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? സിമെട്രിക് അല്ല അല്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കിക്കോളൂ. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ A equal to A, B, C, D, E that are കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. എ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ റിഫ്ലെക്സീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് ആവുന്ന എത്ര റിലേഷൻസ് ഉണ്ട് നോക്കുക. സിമെട്രിക് ആവുന്ന എത്ര റിലേഷൻസ് ഉണ്ട് നോക്കുക. റിഫ്ലെക്സീവും സിമെട്രിക്കും ആവുന്ന എത്ര റിലേഷൻസ് ഉണ്ട് നോക്കുക. ആന്റി സിമെട്രിക് ആവുന്ന എത്ര റിലേഷൻസ് ഉണ്ട് നോക്കുക. അസിമെട്രിക് ആവുന്ന എത്ര റിലേഷൻസ് നോക്കുക. ഇർറിഫ്ലെക്സീവ് ആവുന്ന റിലേഷൻസിന്റെ എണ്ണം. Relations which are neither reflexive nor irreflexive. റിഫ്ലെക്സീവും ഇർറിഫ്ലെക്സീവും ആവാത്ത റിലേഷൻസ് എത്ര ഉണ്ടെന്ന് നോക്കുക. അതൊക്കെ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഈ സെറ്റിനകത്ത് കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? n എന്ന് പറയുന്നത് എത്രയാ? 5 എലമെന്റ്സ് അല്ലേ ഉള്ളത് ഇവിടെ അല്ലേ? 5 എലമെന്റ്സ് ആണ് ഈ ഒരു സെറ്റിനകത്ത് ഉള്ളത്. n = 5 ആണ് ഈ ഒരു സെറ്റിന്റെ കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് റിലേഷന്റെ എണ്ണം, സിമെട്രിക് റിലേഷന്റെ എണ്ണം, ആ കേസുകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ്. റിഫ്ലെക്സീവ് റിലേഷൻസ് എന്തായിരുന്നു? നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് 2n² - n അല്ലേ? ഇതാണ് നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണം അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ 2n² - n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2^5² - 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 2^25 - 5. ദാറ്റ് ഈസ് 2^20. 2^20 റിലേഷൻസ് എന്തായിരിക്കും? റിഫ്ലെക്സീവ് റിലേഷൻസ് ആയിരിക്കും. അടുത്തത് നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ്. സിമെട്രിക് എത്ര സിമെട്രിക് റിലേഷൻസ് ഉണ്ടാവും? 2n² + n/2 റിലേഷൻസ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും അല്ലേ? നോക്കിക്കോ, 2^5² + 5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2^25 + 5/2 എന്ന് വെച്ചാൽ 2^30/2, 2^15 റിലേഷൻസ് എന്തായിരിക്കും? സിമെട്രിക് റിലേഷൻസ് ആയിരിക്കും. ഈ ഞാൻ എഴുതുന്ന ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ചോദിക്കാം. ഇനി നമ്പർ ഓഫ് റിലേഷൻസ് വിച്ച് ആർ റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്. റിഫ്ലെക്സീവും സിമെട്രിക്കും ആവുന്ന റിലേഷൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചോളൂ. 2n² - n/2. നേരത്തെ n² + n/2 ആണ്. ഇപ്പോൾ n² - n/2 ആണ് എഴുതുന്നത്. അപ്പോൾ 2^25 - 5/2 എന്ന് വെച്ചാൽ 2^20/2, 2^10. 2^10 റിലേഷൻസ് എന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആന്റി സിമെട്രിക് അല്ലേ? നമ്പർ ഓഫ് ആന്റി സിമെട്രിക് റിലേഷൻ. ആന്റി സിമെട്രിക് റിലേഷൻസ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതാണ് ആന്റി സിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 2n × 3n² - n/2. നോക്കിക്കോ, 2^5 × 3n² - n/2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 25 - 5/2 എന്ന് പറയുമ്പോൾ 20/2 10 വരും അല്ലേ? അപ്പോൾ ഇതാണ് ആ നമ്പർ വരിക. 2^5 × 310. ഈ ഇത്രയും നമ്പർ ഓഫ് റിലേഷൻസ് എന്തായിരിക്കും? ആന്റി സിമെട്രിക് റിലേഷൻസ് ആയിരിക്കും. ഇനി അസിമെട്രിക് റിലേഷൻ. അസിമെട്രിക് റിലേഷൻ്റെ എണ്ണം. അസിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 3n² - n/2. 3n² - n/2 ആണ് നമ്പർ ഓഫ് അസിമെട്രിക് റിലേഷൻസ്. അപ്പോൾ എത്ര വരും? നേരത്തെ എഴുതിയാൽ തന്നെ 310 അല്ലേ? 310 റിലേഷൻസ് ഇവിടെ എന്തായിരിക്കും? അസിമെട്രിക് റിലേഷൻ ആയിരിക്കും. ഇനി ഇർറിഫ്ലെക്സീവ് ഉണ്ട്,
ഓക്കെ, അടുത്തത് എഫ്, നമ്പർ ഓഫ് ഇർറിഫ്ലെക്സീവ് റിലേഷൻസിന്റെ എണ്ണം 2n² - n തന്നെയാണ്. റിഫ്ലെക്സീവ് എത്രയുണ്ടോ അത്രയും തന്നെ ഇർറിഫ്ലെക്സീവ് റിലേഷൻസും ഉണ്ടാവും. ദാറ്റ് ഈസ് 2n² - n എന്ന് പറയുമ്പോൾ 220 ആണ് അല്ലേ. 220 റിലേഷൻസ് ഇർറിഫ്ലെക്സീവ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, neither reflexive nor irreflexive. Neither reflexive nor irreflexive. That is equal to, okay, ഇത്രയും നമ്പർ ഓഫ് റിലേഷൻസ് എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കില്ല, ഇർറിഫ്ലെക്സീവ് ആയിരിക്കില്ല. 2n² - 2 into 2n into n - 1. Okay, that is n² - n എന്ന് എഴുതാം. അപ്പോൾ 2n² എന്ന് പറയുമ്പോൾ 25 minus 2 into 2n² - n എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 20 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? 225 minus 221. ഇത്രയും നമ്പർ ഓഫ് റിലേഷൻസ് എന്തായിരിക്കില്ല? റിഫ്ലെക്സീവ് ആയിരിക്കില്ല, ഇർറിഫ്ലെക്സീവ് ആയിരിക്കില്ല. അപ്പം നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഫോർമുലയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. റിഫ്ലെക്സീവ് ആവാനുള്ള നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, 2n² - n. അത് തന്നെയാണ് ഇർറിഫ്ലെക്സീവിൻ്റെയും നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദെൻ പിന്നെ നോക്കേണ്ടത് സിമ്മട്രിക് ആവാനുള്ള ഫോർമുലയാണ് 2n² + n/2 സിമ്മട്രിക്. ആൻഡ് റിഫ്ലെക്സീവും സിമ്മട്രിക്കിൻ്റെ എണ്ണം 2n² - n/2 ആണ്. പിന്നെ ആൻറ്റി സിമ്മട്രിക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 3n² - n/2. അതുപോലെ തന്നെ അസിമെട്രിക് റിലേഷൻസ് 3n² - n/2. ദെൻ ലാസ്റ്റ് വരുന്നത് neither reflexive nor irreflexive കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n² - 2 into 2n² - n എന്ന് പറയുന്ന ഫോർമുല. അപ്പോൾ ഇത്രയും ഫോർമുല നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിറ്റർമിൻ വെദർ ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ R². R² എന്ന് പറയുമ്പോൾ 2-dimensional കോർഡിനേറ്റ് സിസ്റ്റം ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, R². ഓക്കെ, ദെൻ ഡിഫൈൻഡ് ബൈ L1 related to L2 if L1 is perpendicular to L2. Okay, L1 L2 belongs to R² is reflexive, symmetric, antisymmetric, or transitive. ഇതിൽ ഏതാണ് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ 2 എലമെന്റ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. L1 റിലേറ്റഡ് ടു L2 ആവണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? L1 പെർപെൻഡിക്കുലർ ടു L2 ആയിരിക്കണം. L1 ഉം L2 ഉം പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ 2 എലമെന്റ്സും റിലേറ്റഡ് ആണ്. ആ 2 എലമെന്റ്സും എവിടെ ഉണ്ടാവും? നമ്മുടെ റിലേഷനകത്ത് ഉണ്ടാവും. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 2 ലൈൻസ്, ഇപ്പോൾ ഒരു ലൈൻ L1 എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ വരച്ചു, വേറൊരു ലൈൻ L2 എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. ഈ 2 ലൈൻസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ L1 L2 എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ ഉണ്ടാവും? ഈ റിലേഷൻ ആറിനകത്ത് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഈ ലൈൻസ് എവിടെ വരയ്ക്കുന്ന ലൈൻസ് ആണ്? R² വരയ്ക്കുന്ന ലൈൻസ് ആണ്. R² എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയിൻ അല്ലേ? 2-dimensional പ്ലെയിൻ ഇല്ലേ? X ആക്സും Y ആക്സും വരച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ പ്ലെയിൻ ആണ് R² എന്ന് പറയുന്നത്. അപ്പോൾ R²നകത്ത് വരയ്ക്കുന്ന ലൈൻസിന്റെ ഒരു സെറ്റ്, ആ സെറ്റിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ആന്റിസിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിക്കോ നിങ്ങൾ, ഇവിടെ L1 is related to L1 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? L1 related to L1 എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. L1 is not related to L1 because L1 വരച്ചാൽ ഇത് L1 ആണെങ്കിൽ L1 എന്ന് പറഞ്ഞാൽ L1 അതിന്റെ മുകളിൽ കൂടെ തന്നെയല്ലേ വരയ്ക്കുക. അത് രണ്ടും എന്ത് ലൈൻസ് ആണ്? കൊളീനിയർ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണ് അല്ലേ? അതെന്തല്ല? പെർപെൻഡിക്കുലർ ലൈൻസ് അല്ല. അതുകൊണ്ട് L1 is not related to L1. Therefore ഈ റിലേഷൻ R എന്തായിരിക്കില്ല? is not reflexive. ഇത് റിഫ്ലെക്സീവ് അല്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ, ഇനി ഇതെന്താണ് നോക്കണം? സിമ്മട്രിക് ആണോ നോക്കണം. സിമ്മട്രിക് ആണോ നോക്കിക്കേ നിങ്ങൾ. L1 related to L2 എന്ന് വെച്ചാൽ എന്താ?
L1 ഉം L2 ഉം പെർപെൻഡിക്കുലർ ആണ്. ഇത് L1 ഇത് L2. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? L2 റിലേറ്റഡ് ടു L1 എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. L1 L2 പെർപെൻഡിക്കുലർ ആണെങ്കിൽ L2 ഉം L1 ഉം പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ? ആ ലൈൻസ് നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ? ഓർഡർ മാറ്റിയാലും അവിടെ പെർപെൻഡിക്കുലാരിറ്റി പ്രോപ്പർട്ടി തെറ്റില്ല അല്ലെ? അപ്പൊ L1 റിലേറ്റഡ് ടു L2 ആണെങ്കിൽ L2 റിലേറ്റഡ് ടു L1 ആണ്. therefore R എന്താന്ന് പറയാം നമുക്ക്? is symmetric ആണെന്ന് പറയാം. R എന്താണ്? R is symmetric അല്ലെ? അപ്പൊ സിമെട്രിക് ആയിട്ടുണ്ട്. ഇപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. റിഫ്ലെക്സീവ് അല്ല സിമെട്രിക് ആയിട്ടുണ്ട്. ഇനി ആന്റി സിമെട്രിക് ആണോ നോക്കിക്കേ. ആന്റി സിമെട്രിക് പ്രോപ്പർട്ടി എന്താണ്? ഡെഫിനിഷൻ എന്താണ്? L1 related to L2 and L2 related to L1 implies L1 equal to L2. അങ്ങനെ ഒരിക്കലും ആവില്ലല്ലോ. ഒരു ലൈൻ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് രണ്ടും എന്താവില്ല? ഈക്വൽ ആവില്ല. രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിട്ട് തന്നെ നിൽക്കും അല്ലെ? അപ്പോൾ ഇവിടെ L1 റിലേറ്റഡ് ടു L2 ഉണ്ട്, L2 റിലേറ്റഡ് ടു L1 ഉണ്ട് എന്ന് വെച്ചാൽ L1 ഈക്വൽ ടു L2 ആണോ? അല്ല. അതുകൊണ്ട് R is not anti-symmetric. ഓക്കെ, R എന്തല്ല? ആന്റി-സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കിക്കേ. L1 റിലേറ്റഡ് ടു L2 നമ്മൾ എടുത്തു, then L2 റിലേറ്റഡ് ടു L1 നമ്മൾ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റുമോ? L1 റിലേറ്റഡ് ടു L3 എന്ന് L2 റിലേറ്റഡ് ടു L3 ആണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. L1 റിലേറ്റഡ് ടു L3 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഉറപ്പായിട്ടും എല്ലാ കേസിലും പറയാൻ പറ്റുമോ? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആവും. ഇപ്പോൾ നോക്കിക്കോ നിങ്ങൾ, ഇത് L1 അല്ലേ, then ഇത് L2. ശരി, L1 is perpendicular to L2. സംശയമൊന്നുമില്ല അല്ലേ? ഇനി നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? L3 എന്ന് പറഞ്ഞൊരു ലൈൻ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ആ L3 എന്താണ്? പെർപെൻഡിക്കുലർ ടു L2 ആണ് അല്ലേ? ദിസ് ഇസ് L3. ആ L3 എന്തിന് പെർപെൻഡിക്കുലർ ആണ്? L2 പെർപെൻഡിക്കുലർ ആണ്. എന്ന് വെച്ചാൽ L1 ഉം L3 ഉം പെർപെൻഡിക്കുലർ ആണോ? L1 പെർപെൻഡിക്കുലർ ടു L3 എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ ഒരു കേസിൽ എന്തായാലും പറ്റില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? R is not transitive എന്ന് എഴുതി വെക്കാം. R is not transitive. അപ്പോൾ ഇവിടെ ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഇത് മാത്രമേ ഉള്ളൂ. R is symmetric. L1 പെർപെൻഡിക്കുലർ ടു L2 ആണെങ്കിൽ L2 പെർപെൻഡിക്കുലർ ടു L1 എന്ന് നമുക്ക് പറയാം. ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. R എന്താണ്? സിമെട്രിക് ആയിട്ടുള്ള റിലേഷൻ ആണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്, ആന്റിസിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ, നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ Z of integers by x related to y implies x plus y is odd. Then determine whether R is reflexive, symmetric, transitive or antisymmetric. നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കുക. Z എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സിലാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. രണ്ട് ഇൻഡിജേഴ്സ് റിലേറ്റഡ് ആവണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? ആ രണ്ട് ഇൻഡിജേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഓഡ് ഇൻഡിജർ വരണം അല്ലേ? അപ്പോൾ ഇത് സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ആന്റിസിമെട്രിക് ആണോ എന്നൊക്കെ നോക്കിക്കേ. ഇപ്പോൾ ഫോർ എക്സ് ബിലോങ്സ് ടു Z, ഒരു എക്സ് നമ്മൾ Z ൽ നിന്ന് എടുത്തു. ആ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് എൻ ഓഡ് നമ്പർ ആയിരിക്കുമോ? ആയിരിക്കില്ല അല്ലേ? കാരണം എക്സ് രണ്ട് പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യുക. എപ്പോഴും 1 ഉം 1 ഉം ആണെങ്കിൽ 1 + 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി 2 ഉം 2 ആണെങ്കിൽ 2 + 2 എന്ന് പറയുന്നതും 2 ആയിരിക്കും. ഇത് എല്ലാ സമയത്തും എന്താ വരിക? ഈവൻ നമ്പർ ആ വരിക അല്ലേ? അതുകൊണ്ട് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തല്ല? ഓഡ് നമ്പർ അല്ല. ദാറ്റ് ഇംപ്ലൈസ് എക്സ് കോമ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇവിടെ എക്സ് എക്സ് ഇതിലുണ്ടാവില്ല, ആറിൽ ഉണ്ടാവില്ല. therefore R is not reflexive. R എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഇനി അടുത്തത് സിമെട്രിക് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നോക്കിക്കോ, എക്സ് റിലേറ്റഡ് ടു വൈ, എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ ഇംപ്ലൈസ് എന്ത് പറയാം നമുക്ക്? എക്സ് പ്ലസ് വൈ ഈസ് ഓഡ് എന്ന് പറയാം അല്ലേ? ഇനി അത് റിവേഴ്സ് ചെയ്താലോ, വൈ പ്ലസ് എക്സ് എടുത്താലോ അതും എന്ത് തന്നെയാണ്? ഓഡ് തന്നെ അല്ലേ? ഇത് ഓർഡർ മാറ്റിയോണ്ട് നമ്പറിന്റെ സമ്മ് മാറുമോ? ഇല്ലല്ലോ. 1 + 2 എന്ന് പറയുന്നതും 2 + 1 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും ഓഡാണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അപ്പോൾ ആർ എന്തായി? R is symmetric. R ഇപ്പോൾ എന്തായിട്ടുണ്ട്? സിമെട്രിക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമെട്രി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കിക്കേ. എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു Z.
ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എന്താ നമുക്ക് പറയേണ്ടത്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അല്ലേ, ശരിയല്ലേ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് ആൻഡ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നതും എന്താണ്, ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് പ്ലസ് സെഡ് എന്ന് പറയുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. എക്സ് പ്ലസ് സെഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഇവിടെ എക്സും സെഡും കൂടെ നമ്മൾ ആഡ് ചെയ്യുക, ഇത് കൂടെ നമ്മൾ ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, രണ്ട് ഓക്കെ ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. എക്സും വൈയും ഓഡ് ആവണമെങ്കിൽ ഐദർ എക്സ് ഓഡ് ആയിരിക്കണം, വൈ ഈവൻ ആയിരിക്കണം അല്ലേ. എക്സ് ഓഡ് ആയിരിക്കണം, വൈ ഈവൻ ആയിരിക്കണം. അപ്പോൾ വൈ ഈവൻ ആണെങ്കിൽ സെഡ് ആരായിരിക്കണം, ഓഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എക്സും സെഡും ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആണ്, എക്സും സെഡും ഒരേ കാറ്റഗറി വരുന്ന നമ്പേഴ്സ് ആണ്. നോക്കിക്കേ, രണ്ടും ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പൊ രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡ് നമ്പർ ആണോ കിട്ടുക, അല്ല ഈവൻ നമ്പർ ആണ് കിട്ടുക. ഇത് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയോ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ വൈ എന്തായിരിക്കണം, ഓഡ് നമ്പർ ആയിരിക്കണം. ഇനി വൈ ഓഡ് നമ്പർ ആണെങ്കിൽ സെഡ് എന്തായിരിക്കണം, ഒരു ഈവൻ നമ്പർ ആയിരിക്കണം അല്ലേ. ഇനി എക്സും സെഡും ഇപ്പൊ എന്തായി, രണ്ട് ഈവൻ നമ്പേഴ്സ് ആയി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഒരു ഈവൻ നമ്പർ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് വരില്ല, എക്സ് പ്ലസ് സെഡ് എന്ന് പറഞ്ഞത് ഒരിക്കലും എന്താവില്ല, ഓഡ് വരില്ല. ഇത് എന്തേ ആവുള്ളൂ, ഈവൻ നമ്പറേ ആവുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് എന്തെഴുതാം നമുക്ക്, എക്സ് കോമ സെഡ് അല്ലേ. എക്സ് കോമ സെഡ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. therefore r is not transitive. r എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, ഇനി ആന്റിസിമെട്രിക്കിന്റെ കേസും കൂടെ നോക്കാം. ആന്റിസിമെട്രിക് ആവാൻ വേണ്ടിയിട്ട് എക്സ് റിലേറ്റഡ് ടു വൈ എടുത്തു ആൻഡ് വൈ റിലേറ്റഡ് ടു എക്സ് എടുത്തു. ദാറ്റ് ഇംപ്ലൈസ് എന്ത് എഴുതാൻ പറ്റും നമുക്ക്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെന്ന് പറയാം, വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നതും ഓഡ് നമ്പർ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, പറ്റില്ല. ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഓടും അടുത്തത് ഈവനും ആയിരിക്കണം. അപ്പോൾ ഇത് ഈവൻ, ഇത് ഓഡ് അല്ലേ. എക്സ് ഈക്വൽ ടു വൈ ആവാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെ ഇല്ല. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ. therefore r is not antisymmetric. r എന്തല്ല, ആന്റിസിമെട്രിക് അല്ല. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ എക്സാമ്പിൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിചാരിക്കണോ. അപ്പോൾ നോക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. റിലേഷൻ ഇവിടെ പറഞ്ഞേക്കുന്നത് എക്സ് വൈ എന്ന് പറഞ്ഞ എലമെന്റ് ആറിൽ ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ എന്തായിരിക്കണം, ഓഡ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എക്സാമ്പിൾ ആയിട്ടൊന്ന് ട്രൈ നോക്കിക്കോളൂ. ഇഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, എക്സ് വൈ ബിലോങ്സ് ടു സെഡ്. ഇത് ഒരു ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ആന്റിസിമെട്രിക് ആണോ എന്നൊക്കെ നോക്കി വെക്കുക. ഇത് ഈക്വലൻസ് റിലേഷൻ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിലേഷൻസിൻ്റെ ആ ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാർഷ്യൽ ഓർഡറിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. പാർഷ്യൽ ഓർഡറിങ് ആണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം പാർഷ്യൽ ഓർഡറിങ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.